നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 7-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവേ ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. പൊതുവേ ശനീശ്വരനെ ശുഭകാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം വളരെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ശനീശ്വരൻ. അതിൻ്റെ ഇടയിൽ ശുഭകാര്യങ്ങളും കൊണ്ടുവന്നാൽ അത് പലപ്പോഴും തടസ്സത്തിനും അസ്വസ്ഥതയ്ക്കും പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അവിട്ടം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനി എന്ന് പറയുമ്പോൾ മന്ദനാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ അവിട്ട നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഡിലേ ഉണ്ടാവും. അപ്പോൾ പ്രതീക്ഷിച്ചുള്ള ഒരു കാര്യങ്ങളും അത്ര കണ്ട് സ്മൂത്തായി നടക്കത്തില്ല. മന്ദത വരും, കാര്യതടസ്സം ഉണ്ടാവും, പലതരത്തിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും, മാനസിക അസ്വസ്ഥത വരുത്തും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വരുത്തുന്നവനാണ് ശനീശ്വരൻ. അപ്പോൾ ഇതിൽ നിന്ന് ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ ശനി ഇതിൽ നിന്നെല്ലാം നമ്മൾ അതിജീവിച്ച് കൊണ്ടുപോകും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം. അപ്പോൾ സൂര്യഭഗവാന് രാവിലെ എണീറ്റ് തൊഴണം. സൂര്യപുത്രനാണ് ശനി. ഒരു ശനീശ്വര യന്ത്രം മന്ദത വരാതെയും സാമ്പത്തിക പുരോഗതിക്കുമായിട്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക, ഒരു വർഷത്തേക്ക് വേണ്ടി ധരിച്ചോളുക. ഇതൊക്കെ ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ ജാതകപ്രകാരം ഇന്ന് നമുക്ക് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതാണ് ഉത്തമം. 9 മണി മുതൽ 10:30 മണി വരെയാണ് കലണ്ടറിൽ രാഹുകാലം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും രാഹുകാല സമയം തുടങ്ങുന്നത് 9:24 തുടങ്ങത്തുള്ളൂ. 10 മണി 50 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികനും യമകണ്ഠനും 6 മണി 33 മിനിറ്റ് തൊട്ട് 7:59 വരെ ഗുളികനും 1 മണി 42 മിനിറ്റ് തൊട്ട് 3 മണി 8 മിനിറ്റ് വരെ യമകണ്ഠ കാലവും ഉണ്ട്. ഈ 2 സമയവും ഒന്നത് മൊത്തത്തിൽ നല്ലതല്ല. അതിൽ ഈ 2 സമയം ഒട്ടും കൊള്ളത്തില്ല. ഇന്നും പല കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 52 മിനിറ്റ് തൊട്ട് 12:40 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് കുറച്ച് ഈ ദിവസത്തിൽ തന്നെ കുറച്ച് സംരക്ഷണമുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ശനിയാഴ്ചയ്ക്ക് ഉള്ള പ്രത്യേകത, ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നീല കളറോ കറുത്ത കളറോ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തി വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു നീല അല്ലെങ്കിൽ കറുത്ത പൊട്ട് ധരിക്കുക, അല്ലെങ്കിൽ ഒരു കറുത്ത തുണി നമുക്ക് കർച്ചീപ്പായിട്ട് ധരിക്കുക, കയ്യിൽ കരുതുക. ഇതൊക്കെ നമ്മളെ ദോഷത്തെ കുറയ്ക്കാനും ഭാഗ്യം നമ്മളിലേക്ക് എത്തിക്കാനും സഹായിക്കും. അപ്പോൾ ശനീശ്വരൻ്റെ ദിവസം നിങ്ങൾക്ക് ഒരുവിധ ദോഷവും വരാതെ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.